ജീവിക്കുന്നവനായ ദൈവം എഴുന്നേൽ വരുന്ന ഈ നിമിഷങ്ങളിൽ നമ്മളെ പൂർണ്ണമായും ദൈവകരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്കവനെ സ്തുതിച്ചാരാധിച്ച് സ്വീകരിക്കാം. എല്ലാവരും ഒന്നു ചേർന്ന് സ്തുതിപ്പും പ്രാർത്ഥനയോടും കൂടെ ഈ നിമിഷങ്ങളിലായിരിക്കാം. ദിവ്യകാരുണ്യ യേശുവെ സ്വീകരിക്കുവാൻ ഒരുക്കമുള്ള ഹൃദയം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, യേശുവേ, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ജീവിക്കുന്നവനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വത്തിന്റെ രാജാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. സ്തുതി യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹോസാന, ഹല്ലേലൂയ. ഒരിക്കൽ പാടാം. ഹോസാന, ഹല്ലേലൂയ. ഹോസാന, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, 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 മഹത്വം കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, നന്ദി, നന്ദി കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഏറ്റു പ്രാർത്ഥിക്കാം. പരിശുദ്ധമേ, പരിശുദ്ധ അമ്മേ, കൃപാസനം, കൃപാസനം, പ്രസാദപരമാതാവേ, പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ മരിയൻ കൃപാഭിഷേകത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഭക്തിയോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധമേ, പരിശുദ്ധ അമ്മേ, കൃപാസനം, പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധി ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എന്റെ കുടുംബത്തിന് ശക്തി തരണമേ. കൃപാസനത്തിൽ തിങ്കളാഴ്ചയിൽ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധ അമ്മേ, കൃപാസനം, പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധി എന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണം. ചൊവ്വാഴ്ചകളിലെ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആദ്യനും അന്ത്യനുമായവനെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോസാന, ഹല്ലേലൂയ, ഹോസാന, ഹല്ലേലൂയ, ഹോസാന.
ഹോസാന ഹല്ലേലൂയ ഹോസാന ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ലോകമുള്ള വിവിധ ഭൂഖണ്ഡങ്ങളിലും രാജ്യങ്ങളിലും നമ്മുടെ സംസ്ഥാനത്തും ഇന്ത്യ ഒട്ടാകെ ഈ ലൈവിൽ പങ്കെടുക്കുന്ന എൻ്റെ സഹോദരങ്ങളെ ഭക്തിയോടെ കൈ നെഞ്ചത്ത് വെച്ച് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ, പരിശുദ്ധ അമ്മേ, ആരാധനയുടെ നിമിഷങ്ങളിൽ വലിയ ദൈവസ്നേഹത്താൽ വിശ്വാസത്താൽ ഭക്തിയാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ഭൂമിയിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഡിസ്ചാർജ് ആയിപ്പോവും, ചാർജ് നഷ്ടപ്പെട്ടവരായിപ്പോവും. പല പല വിഷയങ്ങൾ കൊണ്ട് ചാർജ് നഷ്ടപ്പെട്ടു പോകും. അല്ലെങ്കിൽ നമുക്ക് ഉപരി ചാർജ് വേണ്ട സമയം വരും, ശക്തി കൂടുതലായിട്ട് വേണ്ട സമയം വരും. പലപ്പോഴും സംഭവിക്കുന്നത് ശക്തി കൂടുതലായിട്ട് വേണ്ട സമയത്താണ് ഉള്ള ശക്തി കൂടി പോണത്. ഇതാണ് ഇതിൻ്റെ ഒരു ഡൈക്കോട്ടമി. ഞാൻ പറയുന്നത് എൻ്റെ സഹോദരങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. അതായത് നമുക്ക് ഈ ഭൂമിയിൽ ഇപ്പം നിങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് മദ്യപാനിയോ സംശയക്കാരനുമാണ്, അല്ലെങ്കിൽ നിൻ്റെ ജീവിത പങ്കാളി എടുത്തുചാട്ടക്കാരിയോ ഈ കുടുംബത്തോട് താല്പര്യം കിട്ടിവന്ന കാലം മുതൽ ഇല്ലാത്ത ആളാകാം. കാര്യം അവർ പ്രതീക്ഷിച്ചൊരു കുടുംബ സാഹചര്യമായിരിക്കത്തില്ല ഇത്. അപ്പോഴിങ്ങനെ പല വിഷയങ്ങൾ കൊണ്ട് നിങ്ങൾ ഡെസ്പാകും. പല വിഷയങ്ങൾ കൊണ്ട് ചിലപ്പോൾ മറ്റുള്ളവരുടെ ആക്ഷേപം, ജോലിയില്ലാത്തത് കാരണം ഉണ്ടാകുന്ന നമ്മൾ തന്നെ നമ്മളെ ആക്ഷേപിക്കും. തരാപ്പാര ഇങ്ങനെ ഗതികിട്ടാ പ്രേതം പറഞ്ഞ് നടക്കണമല്ല, ഗതിയമേ ഒരു ഗതിയും പരഗതിയും ഇല്ലല്ലോ, എനിക്ക് ഇത് എന്ത് ജന്മം എന്നൊക്കെ തന്നെത്താൻ ചിന്തിച്ച് ഡിസ്ചാർജ് ആകുന്ന ആൾക്കാരുണ്ട്. വിഷമിച്ച് വരുന്ന ചിലപ്പോൾ അവരുടെ ജീവിതം തന്നെ ചില പറയാറ്. ചില ആൾക്കാർ ഇങ്ങനെ ഏങ്ങിക്കൊണ്ട് പറയും, എൻ്റെ അച്ഛാ ജനിച്ച കാലം മുതൽ ഇത് തന്നെയാണ് എൻ്റെ അവസ്ഥ. എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി വിശേഷം അതാ. ഇനി കല്യാണം കഴിച്ച് വന്നപ്പോഴെങ്കിലും ഒരു ആശ്വാസം കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അത് ഇങ്ങനെയുമായി. ഇത് എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ, ഇതിങ്ങനെ മരിച്ചു പിരിയും, ഞാൻ പിന്നെ ഇത് വഴിന്താണ് വിധി പോലെ അനുഭവം എന്നും പറഞ്ഞ് പോവുകയാണെന്ന് പറയും. ഇങ്ങനെ നിരാശരായിട്ട് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്, പലതരത്തിൽ വിഷമം. അപ്പോൾ ഇവിടെ എല്ലാം സംഭവിക്കണത് ഇവരുടെ ചാർജ് പോകുന്നുണ്ട്. എപ്പോഴും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ രോഗങ്ങൾ കാരണം പെട്ടെന്ന് ഡൗണായി പോകും. ചാർജ് തീരുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളെ ബോഡി വരെ നിൽക്കണ ഒരു ചാർജിലാണ് നിൽക്കണത്. ചാർജ് ചിലപ്പോൾ ഇറങ്ങിപ്പോകുമ്പോൾ ഇപ്പോൾ ബാറ്ററി അത് എന്താണ് സ്വിച്ച് ഇട്ടിട്ട് ഇൻവെർട്ടറിൻ്റെ ഫാൻ എന്താണ് കറങ്ങാത്തത്, സ്വിച്ച് ഇട്ടിട്ട് എന്താ ലൈറ്റ് കാണാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഇൻവെർട്ടറുള്ള വീട്ടിലാണെങ്കിൽ പറയും അതിൻ്റെ ബാറ്ററിയുടെ ചാർജ് ഇറങ്ങിപ്പോയെന്നാണ് തോന്നണതെന്ന് പറയും. തോന്നാനല്ല, ശരിയാണ്, ചാർജ് ഇറങ്ങിപ്പോകും. ചാർജിനൊരു കുഴപ്പമുണ്ട്, ചാർജ് കൂടിയും വരും, ചാർജ് ഇറങ്ങിയും പോകും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നത്തിൽ നമ്മൾ ഇപ്പം ഇത് നിസ്സാര കാര്യമല്ല. ചാർജ് ഇറങ്ങണ സമയത്ത് നമ്മൾ ചിലപ്പോൾ വീണും പോകും. ഈശോ തന്നെ വീണ് പോയില്ലേ? ചാർജ് ഇറങ്ങിയപ്പോൾ ഈശോ വീണ് പോയി. അതാണ് ഗെത്സേമനി നമ്മൾ കാണുന്നത്. ചാർജ് ഇറങ്ങിപ്പോയപ്പോൾ പല ജീവിത പ്രശ്നങ്ങൾ കൊണ്ടാണ്. ഈശോയുടേതായിട്ടുള്ള ജീവിത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ, നമുക്ക് മാത്രമല്ലല്ലോ. അപ്പോൾ യൂദാസ് ഇറങ്ങി അവൻ്റെ ജോലി നിർവഹിക്കാൻ വേണ്ടി തയ്യാറായപ്പോൾ ശരിക്കും ഈശോയ്ക്ക് മാനുഷികമായ രീതിയിൽ അവൻ സമ്പൂർണ്ണമായ മനുഷ്യൻ കൂടി ആയത് കാരണം ആ മാനുഷിക ബലഹീനതയിൽ അവൻ കമഴ്ന്ന് വീണെന്ന് എഴുതിയിരിക്കണം ബൈബിളിൽ, അല്ലേ? കമഴ്ന്ന് വീണു. ഗെത്സേമനിൽ അവൻ്റെ രോമകൂപങ്ങളിൽ നിന്ന് ചോര ഛർദിച്ചു, അല്ലേ? ചോര വിയർത്തു എന്ന് നമ്മൾ പറയും.
അപ്പോൾ അങ്ങനെ തല കറങ്ങി അവൻ വീണ് പോയി. ചാർജ് പോയി. ഇതുപോലെ ജീവിതത്തിൽ എന്തിനാണ് ഞാൻ ചില സമയത്ത് ഓർക്കുകയെ, എന്തിനാണ് ദൈവം ഇത്രയും മാനുഷികമായ ഒരവസ്ഥയിൽ വന്നു? ശരിക്കും പറഞ്ഞാൽ ഈശോയ്ക്ക് ശേഷമാണ് ഈ ചാർജ് തീർന്നു പോയ വീണ ആൾക്കാർക്കെല്ലാം ഒരു ബലമായത്. കാര്യം എന്താ? നമ്മളിതിനെ അതിജീവിക്കാൻ വേണ്ടി കർത്താവ് തന്നെ മനുഷ്യപ്രകൃതി സ്വീകരിച്ചു. നമ്മളിപ്പോൾ നിങ്ങൾ അതായത് വൈ ജീസസ് ടു ബി ലവ്ഡ് മോർ? എന്തിനാണ് ഈശോ ഇങ്ങനെ ഉപരിയായി സ്നേഹിക്കപ്പെടുകയും ഇതുപോലെ തങ്കസിംഹാസനത്തിൽ അല്ലെങ്കിൽ ആരാധിക്കപ്പെടുകയും ചെയ്യും? അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. ഇൻ വാട്ട് റെസ്പെക്റ്റ്? എന്ത് വകുപ്പിലാണ് അവൻ ആരാധനയ്ക്ക് യോഗ്യനെന്ന് പറഞ്ഞാൽ അവനിലൂടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞത്. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ മനുഷ്യരാശി തിരിച്ചറിയാൻ വേണ്ടി ഈശോ ഏതറ്റം വരെയും നാണം കെടാനും അപമാനിക്കപ്പെടാനും വെറുമയാകാനും സബ്മിഷനുള്ള ആളായി. അതാണ് നോയിങ് ജീസസ്, കർത്താവിനെ അറിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഈ യേശുവിൽ നിന്ന് എന്ത് നമുക്ക് തടയും? മക്കളെ കെട്ടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ കൊച്ചിന് നല്ല മാർക്ക് മേടിക്കാൻ പറ്റുമോ എന്നുള്ള ഇങ്ങനെ അത് ലൗകികമായ കാര്യങ്ങൾക്ക് വേണ്ടി യേശു ഏറ്റവും കൂടുതൽ ദുർവിനിയോഗിക്കപ്പെടുന്ന ഒരു കാലമാണിത്. കാര്യം വിശ്വാസ അപാചയത്തിൻ്റെ കാലമാണ്. കാര്യം ഏതെങ്കിലും വിധത്തിൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒത്തിരിയേറെ പ്രാർത്ഥനകളും ധ്യാനങ്ങളും ജനങ്ങൾ കൂടുന്നുണ്ടെങ്കിലും ആ കൂടുന്ന കണ്ടൻറ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം ചെയ്യുന്നത് ജീവിതത്തിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി. അച്ഛൻ എന്താ പറയണത്? ഞാനും നമ്മുടെ ഉടമ്പടി പ്രാർത്ഥനകളിലൊക്കെ 10,000 മനുഷ്യർ സാക്ഷ്യം പറയണത് ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് ലഭിച്ച അനുഗ്രഹമാണ്. പക്ഷേ അതെന്ത് ലഭിച്ചാലും കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മളത് വിട്ട് പിരിഞ്ഞു പോകും. വിട്ട് പിരിയാത്തൊരു കണ്ടൻറ്റ് ഈശോയിലുണ്ട്. അത് അന്വേഷിക്കാൻ മനുഷ്യന് സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഈ ഭൗതിക സാഹചര്യങ്ങളുടെ അനുഭവം ഉണ്ടായിട്ട് വേണമല്ലോ പിന്നെ അടുത്ത കാര്യങ്ങൾ അന്വേഷിക്കാൻ. പക്ഷേ നമ്മൾ അവിടെ തന്നെ നിൽക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം യേശുവിലൂടെ ദൈവം വിഭാവന ചെയ്തിരിക്കുന്നത് നിത്യത വരെയുള്ള മനുഷ്യരാശിയുടെ രക്ഷാകരമായ പദ്ധതിയാണ്. അത് എന്തുമാത്രം ആഴത്തിൽ നമ്മൾ അറിയുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്ക് ദൈവാനുഭവവും സ്വർഗീയാനുഭവവും ഉണ്ടാകുന്നത്. ഒന്ന് പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ. കർത്താവേ, നീ ആയിരിക്കുന്ന അവസ്ഥയിലെ നിന്നെ പിതാവായ ദൈവം മനുഷ്യന്റെ രൂപത്തിലും ആകൃതിയിലും ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഈ ഭൂമിയിൽ നീ ഏറ്റെടുത്തിട്ടുള്ള മാനുഷിക പ്രാരാബ്ധങ്ങളെ, നീ സഹിച്ച രീതികളെ, നീ അഭിമുഖീകരിച്ച രീതികളെ, അതിലൂടെ ഞങ്ങൾക്ക് ദൈവപിതാവിന്റെ സ്നേഹം വെളിപ്പെട്ടത്, അതിലൂടെ ഞങ്ങൾക്ക് ജീവിത അവസ്ഥകളിലെ എങ്ങനെ ചെയ്യണമെന്നുള്ള സുവിശേഷ സമീപനം കിട്ടിയത്. കർത്താവേ, നിന്നെ അറിയുവാൻ, നിന്റെ ക്ലേശങ്ങളെ എന്നെ സഹായിക്കാൻ ആവശ്യമായ അറിവിന്റെ വിവേചനത്തിന്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ആരാധനയ്ക്ക് യോഗ്യനേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് ദിവ്യ. ഞാൻ ആലുവ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഇടവകാംഗമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 29/8/2022 ഞാൻ 2018 തുടങ്ങി വിദേശത്ത് പോയിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ പല കാരണങ്ങളാൽ എനിക്ക് 2018 ഇന്ത്യയിൽ പോകാൻ പറ്റിയില്ല. ഞാൻ ഡിപ്ലോമ എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ ഞാൻ ഉടനെ തന്നെ എൻ്റെ എഡ്യൂക്കേഷൻ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിടെക്കിന് ജോയിൻ ചെയ്തു. ബിടെക്ക് ഞാൻ 3rd സെമസ്റ്ററിൽ നിന്നാണ് കയറുന്നത്. അപ്പോൾ ആദ്യം കയറുന്ന സമയത്ത് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഉടമ്പടിയിലായിരുന്നു.
അപ്പോൾ അമ്മ എനിക്ക് എക്സാമിന് പോകുന്ന സമയത്തൊക്കെ മാതാവിൻ്റെ കാശുരൂപവും അതുപോലെ തന്നെ ഉടമ്പടി തൈലവും വെച്ച് കുരിശ് വെച്ചിട്ടാണ് വിടുന്നത്. അങ്ങനെ ഞാൻ എഴുതിയ എല്ലാ എക്സാമും ഞാൻ പാസ്സായിട്ടുണ്ട്. എനിക്ക് ഒരു സപ്ലിയും വന്നിട്ടില്ല. ഞാൻ ബിടെക് ഡിസ്റ്റിങ്ഷനോട് കൂടിയാണ് പാസ്സായത്. 2022 ഞാൻ വീണ്ടും എൻ്റെ മാസ്റ്റർ ഡിഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാൻ ആഗ്രഹിച്ചു. പക്ഷേ ആ സമയത്താണ് എൻ്റെ ഭവനത്തിലുള്ള 2 പേര്, എൻ്റെ സിസ്റ്റർ, ഒരാൾ അടുത്ത് നിൽക്കുന്നത് ധന്യ, അവർ 2 പേരും UK പോകണമെന്നുള്ള ആഗ്രഹം പറയുന്നത്. അങ്ങനെ എൻ്റെ മൂത്ത ചേച്ചിയും ഇവളും 6 മാസത്തെ ഗ്യാപ്പിൽ 2 പേരും UK പോയി. അപ്പോൾ എനിക്ക് ഇനി അറിയില്ല, അതായത് ഞാൻ ഇനി പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമായിരിക്കില്ല. അപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു മോഹം അങ്ങനെ അങ്ങ് ഉപേക്ഷിച്ചു. പക്ഷേ ഞാൻ ഉടമ്പടിയിലായിരുന്നു, എനിക്ക് നിരാശ ഉണ്ടായിരുന്നില്ല. അന്ന് ഉടമ്പടി പുതുക്കുമായിരുന്നു. അങ്ങനെ ഉടമ്പടിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് വീണ്ടും 2025 ആയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് IT വർക്ക് ചെയ്യുന്നത്, ഞാനും ഒരു എൻജിനീയറാണ്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ആൾക്ക് കമ്പനിയിൽ നിന്ന് ഒരു ഓൺസൈറ്റ് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്, അത് US നമുക്ക് അതിൻ്റെ പ്രൊസീജിയർ നോക്കാം. അങ്ങനെ പറയുന്ന സമയത്ത് എൻ്റെ 4ാമത്തെ ഉടമ്പടി പുതുക്കലാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു, ഉടമ്പടി പുതുക്കി, മാതാവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി. പക്ഷേ ആ സമയത്താണ് US നിയമങ്ങൾ ഫുള്ള് മാറുന്നത്. നമുക്ക് കമ്പനിയിൽ നിന്ന് പോകാനായിട്ട് പറ്റില്ല, നമ്മൾ വെച്ച ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ അവർ തിരിച്ചയച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഇരിക്കെ എനിക്കൊരാഗ്രഹം ഉണ്ടായി, വീണ്ടും ഓക്കെ സമയം ഇനിയുണ്ട്, നമുക്ക് മാസ്റ്റർ ഡിഗ്രി ചെയ്യാം. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വിഷയമാണ് ഡാറ്റാ സയൻസ്. അത് പഠിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ അതെനിക്ക് നാട്ടിൽ പഠിക്കേണ്ട, പുറത്ത് തന്നെ പോയി പഠിക്കണമെന്ന് ആഗ്രഹം. അങ്ങനെ ഞാൻ കൺട്രി കാര്യങ്ങൾ നോക്കി. അങ്ങനെ ഒരു യൂറോപ്യൻ രാജ്യമാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രൊസീജിയേഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മെറിറ്റ് ഭയങ്കര കൂടുതലാണ്. പക്ഷെ അച്ഛൻ എപ്പോഴും പറയും, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മെറിറ്റിൽ ആശ്രയിക്കരുത്, ദൈവത്തിൻ്റെ കൃപയിൽ മാത്രമേ ആശ്രയിക്കാൻ പാടുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ എൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് മാതാവിനോട് പറയും, മാതാവേ എൻ്റെ മെറിറ്റ് നോക്കി എനിക്കൊന്നും തരരുത്, ദൈവത്തിൻ്റെ കൃപ മാത്രം മതി എനിക്ക്. അങ്ങനെ എൻ്റെ പ്രൊസീജിയറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങൾ വെരിഫിക്കേഷനൊക്കെ നടന്നു. അവർ പറഞ്ഞു ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ 8 മാസത്തോളം സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഓക്കെ കുഴപ്പമില്ല. അങ്ങനെ ഒരു 3 മാസം കടന്നുപോയി. പിന്നെ എനിക്കറിയാൻ പറ്റി ഒരു 4 മാസമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഓഫർ ലെറ്റർ വരും. പക്ഷേ എനിക്ക് ഓഫർ ലെറ്ററുകൾ വരുന്നില്ല. എനിക്ക് സങ്കടമായി. അപ്പോൾ ഞാൻ വേറൊരു ഏജൻസിനെ ആയിട്ട് പരിചയപ്പെട്ടു. അങ്ങനെ അവർ പറഞ്ഞ ഒരു കൺട്രിയിലേക്ക് എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഇൻ്റർവ്യൂ ഷെഡ്യൂളായി. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ പുറത്തു നിന്നുള്ള ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് എത്രമാത്രം നല്ലതായിരിക്കണമെന്ന്. നമ്മൾ എത്രയൊക്കെ നന്നായിട്ട് ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യുമെന്ന് പറഞ്ഞാലും അവർ സംസാരിക്കുന്ന ഒരു ഭാഷ നമുക്ക് മനസ്സിലാവണം, നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവണം. അങ്ങനെ ഞാൻ ആ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ പരിശുദ്ധ അമ്മയുടെ കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഉടമ്പടി തൈലം വെച്ച് ഞാൻ ലാപ്ടോപ്പിൽ കുരിശ് വരച്ചു, ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ആ ഇൻ്റർവ്യൂ പാസ്സാകുന്നത്, ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. ഇൻ്റർവ്യൂവിന് ശേഷം ഒരു ലേഡി ആയിരുന്നു, അവരെന്നോട് പറഞ്ഞു, നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ഞാനല്ല. അങ്ങനെ അവർ പറഞ്ഞു. പക്ഷെ എനിക്ക് സങ്കടമൊന്നും തോന്നിയില്ല. അങ്ങനെ ഞാൻ ഓഫീസിലിരിക്കുന്നതാണ്. പിറ്റേ ദിവസം എനിക്ക് കോള് വരികയാണ് ഏജൻസിയിൽ നിന്ന്, ദിവ്യ നീ ഇൻ്റർവ്യൂ ക്ലിയർ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ പിറ്റേ ദിവസം തന്നെ നമ്മൾ ഫീസ് അടയ്ക്കണം. ഒരു 5 ലക്ഷം രൂപയോളം നമ്മൾ ഫീസ് അടയ്ക്കണം ഫസ്റ്റ് ഇയറിലേക്ക്. അപ്പോൾ പിന്നെയും എൻ്റെ മനസ്സിൽ ഭയങ്കര സങ്കടം. അതായത് ഞാൻ ആദ്യം ഒരു രാജ്യത്തേക്ക് വെച്ചേക്കുന്നു, ഈ 2ാമത്തെ രാജ്യം എനിക്ക് ഉള്ളതാണോ അല്ലയോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ എല്ലാവരോടും ചോദിച്ചു, ഈ പുറത്ത് എനിക്ക് കസിൻസൊക്കെ ഉണ്ട്, അവരോട് ചോദിച്ചപ്പോൾ അവർക്കാർക്ക് ഈ രാജ്യത്തെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അപ്പോൾ കയ്യിലിരിക്കുന്ന ഒരു ഓഫർ ലെറ്റർ കളയാന്നുള്ളത് ഒരു മണ്ടത്തരമായിട്ടുള്ള തീരുമാനമാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാനത് മാതാവിനോട് ചോദിച്ചിട്ട് ആ ഓഫർ ലെറ്റർ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ എന്ന് ആ ഓഫർ ലെറ്റർ വേണ്ടാന്ന് പറഞ്ഞു, പിറ്റേ ദിവസം തുടങ്ങി ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യം ഓസ്ട്രിയയാണ്. അവിടത്തുള്ള ഒട്ടുമിക്ക ടോപ്പ് റാങ്കിലുള്ള പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഓഫർ ലെറ്ററുകളുടെ ഒരു പെരുമഴയാണ്. അതായത് ഞാൻ തന്നെ കൺഫ്യൂസായി പോണെയാണ്, ഞാൻ ഏത് കോളേജ് ചൂസ് ചെയ്യും, ഏത് കോഴ്സ് എടുക്കും, ഇത് എല്ലാ കോഴ്സും എനിക്ക് ചേർന്ന് തന്നെയാണല്ലോ. അങ്ങനെ ഞാനൊരു കോളേജ് ചൂസ് ചെയ്തു. അത് ഓസ്ട്രേലിയയിൽ തന്നെ 2ാമത്തെ ലാർജസ്റ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്.
യൂണിവേഴ്സിറ്റിയുടെ പേര് യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രാസ്. അഡ്മിഷൻ കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ഡാറ്റാ സയൻസ് എന്ന് പറഞ്ഞ കോഴ്സിന് അഡ്മിഷൻ കിട്ടി. അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പോകണമെങ്കിൽ ഒരു RP അപ്പോയിൻമെൻറ്റ് കിട്ടണം. അതായത് അവിടെ നമുക്ക് ഒരു റെസിഡൻറ്റ് പെർമിറ്റിനുള്ള അപേക്ഷ നമ്മൾ ഇവിടെ നിന്ന് അപ്ലൈ ചെയ്തിട്ട് വേണം വിസയ്ക്ക് വെക്കാനായിട്ട്. അങ്ങനെ ഞാൻ ഈ സെപ്റ്റംബർ ഇൻടേക്കിൽ പോകണമെന്നാണ് ആഗ്രഹിച്ചത്. ഞാൻ എല്ലാ പ്രവൃത്തികളും ചെയ്യുമ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ചെയ്യുക. പക്ഷേ എനിക്ക് RP അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ഒക്ടോബർ 29 ഡൽഹി എംബസിയിൽ പോകണം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ വിദേശ രാജ്യത്ത് പോകണമെങ്കിൽ നമുക്ക് IELTS വേണം. പക്ഷേ എൻ്റെ ഒരു കാര്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ IELTS എടുത്തെങ്കിലും എൻ്റെ IELTSൻ്റെ സ്കോർ നോക്കാണ്ട് അവർ MOA ആണ് എടുത്തത്. അതായത് നമ്മൾ പഠിക്കുന്നത് ലാംഗ്വേജ് ഇംഗ്ലീഷിലായിരുന്നെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് കോളേജിൽ നിന്ന് എടുത്ത് സബ്മിറ്റ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്തു. പക്ഷേ ഈ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് എൻ്റെ 5ാമത്തെ ഉടമ്പടി തീർന്നു. ഞാൻ 6ാമത്തെ ഉടമ്പടി പുതുക്കി. അപ്പോൾ ഡൽഹി പോണേക്കാളും മുൻപ് ഞാൻ 6ാമത്തെ ഉടമ്പടി പുതുക്കി. ഇവിടെ വന്നപ്പോൾ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഈ പ്രോസസ്സൊക്കെ നടത്തുന്നത് മാതാവാണെന്ന് എനിക്കറിയാം, എന്നാലും എനിക്ക് ഫിസിക്കലായിട്ടൊരു അനുഭവം തരണേ എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഉടമ്പടി പുതുക്കി താഴ്ത്തു വന്ന സമയത്ത് അന്നത്തെ ഉടമ്പടിയിൽ മാതാവിനെ വഹിച്ചുകൊണ്ട് പ്രദർശനത്തിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അങ്ങനെ എനിക്ക് ഉറപ്പായി എൻ്റെ കൂടെ മാതാവുണ്ടെന്ന്. അങ്ങനെ ഒക്ടോബർ 28 ഞാൻ ഡൽഹിക്ക് പോയി. ഡൽഹി പോയപ്പോഴും എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അതായത് പുതിയ ഒരു രാജ്യത്തേക്ക് പോവാണ്, എൻ്റെ കൂടെ പഠിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടോ, അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവിൻ്റെ നമ്പർ 6 എന്നുള്ളത് ഞാൻ പലതരം കുട്ടികളുടെ സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയ ഫ്ലൈറ്റിൻ്റെ നമ്പർ 6, ഞാൻ ചെന്ന കൗണ്ടറിൻ്റെ നമ്പർ 6. അങ്ങനെ എല്ലാം 6 കൊണ്ടുള്ള മയമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ കൂടെ തന്നെയുണ്ട്, ഞാൻ ഒട്ടും പേടിക്കണ്ടെന്ന്. അങ്ങനെ ഞാൻ ഡൽഹി പോയപ്പോൾ എനിക്ക് എൻ്റെ സെയിം യൂണിവേഴ്സിറ്റിയിൽ സെയിം കോഴ്സ് പഠിക്കുന്ന 2 കുട്ടികളെ കാണാനായിട്ട് സാധിച്ചു. അതെനിക്ക് ഒത്തിരി സന്തോഷമായി. അങ്ങനെ ഞാൻ എൻ്റെ RP അപ്പോയിൻമെൻറ്റിന് വെച്ചു. RPക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിമം ഒരാൾക്ക് RP കിട്ടാനായിട്ട് എടുക്കുന്ന സമയം 2 മാസമാണ്. പക്ഷേ ഞാൻ RPക്ക് വെച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ RP എൻ്റെ കയ്യിൽ കിട്ടി. ഈ RP കിട്ടുന്ന ദിവസം ഒരു 6ാം ദിവസമാണ് ഞാൻ വെച്ചിട്ടുള്ളതിൻ്റെ. അന്നേരം ഞാൻ കൊന്തു ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ റൂം ഫുള്ളൊരു നീല കളറായി, മാതാവിൻ്റെ രൂപം ഭയങ്കരമായിട്ട് ഇങ്ങനെ തിളങ്ങി വരിക. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവ് എന്താ സംഭവം, ഭയങ്കരമായിട്ട് നീല കളർ കാണുകയാണെന്നല്ലോ. ഒരു സെക്കൻഡിലേക്ക് അത് ഉണ്ടായുള്ളൂ. അതിനുശേഷം എൻ്റെ കൊന്തൊക്കെ ചൊല്ലി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദിവ്യ, നിൻ്റെ RP അപ്രൂവൽ ആയിട്ടുണ്ട്. ഇത് മനുഷ്യചിന്തയിൽ നോക്കുമ്പോൾ ഒട്ടും നടക്കാത്ത കാര്യമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ RPക്ക് വെച്ചിരിക്കുന്ന ഒരാൾക്ക് RP കിട്ടാനായിട്ട് എടുക്കുന്ന സമയം 2 മാസമാണ്. എനിക്കത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കിട്ടി. അതിനുശേഷം അടുത്ത പ്രൊസീജിയർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസയ്ക്ക് വെക്കണം. അപ്പോൾ 6ാം ദിവസം എനിക്ക് RP കിട്ടി. നെക്സ്റ്റ് ദിവസം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ വിസയ്ക്ക് VFS ഓഫീസിലേക്ക് പോയി. അങ്ങനെ ഞാൻ വിസയ്ക്ക് വെച്ചു. വിസയ്ക്ക് വെക്കുമ്പോഴും എനിക്ക് VFS ഓഫീസിൽ പ്രൊസീജിയറും കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇവിടെ എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം വേണം, അതെനിക്ക് അറിയാൻ പറ്റണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ചെല്ലുന്ന സമയത്ത് എനിക്ക് അവിടെ ഉണ്ടായിരുന്നത് ഒരു ലേഡി സ്റ്റാഫായിരുന്നു. ആൾ ഭയങ്കര കാമൻ ക്വൈറ്റ് ആൻഡ് കൂളായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അങ്ങനെ വിസയ്ക്ക് വെച്ചു. അവരെന്നോട് പറഞ്ഞു, നോർമൽ ഒരാൾക്ക് വിസ കിട്ടാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് 15 ദിവസമാണ്. 15 ദിവസത്തിന് മേലെ വിസ പോവുകയാണെങ്കിൽ അതിനർത്ഥം റിജക്ഷൻ വന്നു എന്നാണ്. അങ്ങനെ 6ാം ദിവസം ഞാൻ വിസയ്ക്ക് വെച്ചു. കൃത്യം 6ാം ദിവസം എനിക്ക് എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു, വിസ ഡിസ്പാച്ച് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അതിനുശേഷം ഒരു ശനിയാഴ്ച, അത് കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച എനിക്ക് എൻ്റെ വിസ കിട്ടി. വിസയ്ക്ക് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ഓൾറെഡി നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ വിസയ്ക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്തുകൊണ്ടാണ് വിസയ്ക്ക് വെച്ചത്. പലരും എന്നോട് ചോദിച്ചു, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, റിജക്ഷൻ ആയ എന്ത് ചെയ്യും? പക്ഷേ എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അങ്ങനെ ഞാൻ വിസയ്ക്ക് വെച്ചു. എൻ്റെ വിസ എനിക്ക് അപ്രൂവലായിട്ട് വന്നു. വരുന്ന മാസം ഡിസംബർ 31 ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ്. ഇത്രയും നല്ല അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുന്ന് മേടിച്ച പത്രങ്ങൾ നമ്മൾ പള്ളികൾ, അതായത് എൻ്റെ പള്ളിയിലല്ല,
അതിന് ദൂരെയുള്ള പള്ളികളിലേക്ക് പോയിട്ട് ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. അതുപോലെ വൃദ്ധസദനങ്ങളിലെ അപ്പൂപ്പന്മാരെയും അമ്മൂമ്മമാരെയൊക്കെ കാണാൻ പോകുമായിരുന്നു. പിന്നെ അർഹതപ്പെട്ടവർക്ക്, വേദനിക്കുന്നവർക്ക് സാമ്പത്തികമായിട്ട് സഹായം ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് പറ്റുന്നവരോടൊക്കെ ഞാൻ കൃപാസന മാതാവിനെക്കുറിച്ച് പറയുമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ തന്നെയുള്ള 3 പേരെ കൊണ്ട് ഞാൻ ഉടമ്പടി എടുപ്പിച്ചിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു, പ്രാർത്ഥനകൾ മുടക്കത്തില്ലായിരുന്നു, ബൈബിൾ വായിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം, ഇപ്പം എനിക്ക് എന്തെങ്കിലും വിഷമം വരുവാണെങ്കിൽ വചനത്തിലൂടെ മാതാവ് സംസാരിക്കുമായിരുന്നു. അങ്ങനെയെല്ലാമായിരുന്നു എൻ്റെ ഉടമ്പടി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഞാനിവിടെ വന്ന് ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന കൺട്രിയിലേക്കുള്ള അവിടുത്തെ ലാംഗ്വേജ് ജർമ്മനാണ്. ജർമ്മൻ പത്രം മേടിച്ചിട്ടാണ് പോകുന്നത്. അവിടെയും എനിക്ക് മാതാവിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി.